അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൂരിയും അതുപോലെ നല്ല മുട്ടക്കറി ചേർത്ത് കഴിച്ചാലോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് പൂരിയുടെ റെസിപ്പിയാണ് നമ്മൾ പറയുന്നത്. അല്ല, അതായത് ഞാനിവിടെ ഒരു സൂത്രം പറഞ്ഞു തരട്ടെ. നമ്മൾ പലപ്പോഴും പാക്കറ്റ് ചപ്പാത്തി മേടിക്കാറുണ്ട്. കറക്റ്റ് എണ്ണൊന്നും ആയിരിക്കില്ല. അതായത് നമുക്ക് 10 മതിയെങ്കിൽ ചിലപ്പോൾ 2 ഒക്കെ ബാക്കി ഉണ്ടായിരിക്കും. അപ്പോൾ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് 2 ചപ്പാത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ അങ്ങനെയൊക്കെ വേണം. അതേസമയം ഈ 2 ചപ്പാത്തി വെച്ച് പൂരി ഉണ്ടാക്കി നോക്കൂ ഇതുപോലെ. അപ്പോൾ ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞു പോകും. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് ചപ്പാത്തിയാണ് എന്ന് പറയുമ്പോൾ പൂരിയില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം ഉണ്ടെങ്കിലും നമുക്ക് ഈ ഐഡിയ പ്രയോഗിക്കാം. ഇൻസ്റ്റൻറ്റ് പൂരിനേക്കാളും വളരെ തിന്നായിട്ടുള്ളതാണ് ഈ ചപ്പാത്തി വെച്ചിട്ടുള്ള പൂരി. അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എന്തായാലും ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ചപ്പാത്തി പൂരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മക്കൾക്കൊക്കെ വേണമെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. അതല്ല നമ്മൾ നോർമലി കഴിക്കാനാണെങ്കിൽ ഇതാ ഇതുപോലെ നടുവേ മുറിച്ച് വീണ്ടും അതിനൊന്ന് നടുവേ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു 3 ചപ്പാത്തി കൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാവും. നമുക്കിത് സാധാരണ നമ്മൾ പൂരി വറുത്തെടുക്കില്ലേ, നല്ല തിളച്ച എണ്ണയിൽ വറുത്ത് കോരി എടുക്കില്ലേ, അതുപോലെ തന്നെ ചെയ്തെടുക്കും. നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൂരിയുടെ കഷ്ണങ്ങളുണ്ടല്ലോ, അതായത് ചപ്പാത്തിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. സാധാരണ പൂരിയൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് വറുത്തെടുക്കാം. ഈ ഒരു ചപ്പാത്തി വളരെ കട്ടി കുറഞ്ഞത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ദാ ആദ്യത്തെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ചപ്പാത്തി കഷ്ണങ്ങളും നമുക്ക് വറുത്തെടുക്കാം.